അപ്പൊ ഇനി അടുത്തതായിട്ട് പുതിയ ടെക്നോളജി അതായത് പല്ലുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ അതെ. പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പുത്തൻ സംവിധാനങ്ങളൊക്കെ ഒത്തിരി പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ആ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിലൂടെ പ്രതീക്ഷിക്കേണ്ടത്? നമ്മൾ പുത്തനായിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഉം, നമ്മള് പണ്ടെല്ലാം സാധാ കമ്പി വെച്ചിട്ട് നമ്മൾ ഉം, പല്ല് കറക്റ്റ് ചെയ്യുമായിരുന്നു. ഉം, ഉം. മുത്ത് വെച്ച് അതുപോലെ കറക്റ്റ് ചെയ്യുമായിരുന്നു. ആ, അപ്പോൾ അത് നമ്മൾ സാധാരണ മാസം മാസം വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരുന്നു. അതെ അതെ. അപ്പോൾ ഇത് നമ്മൾ ഒരു ചെറിയ ഒരു പ്രശ്നമുള്ള ഒരു ഉം, പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിലും ഉം, ഒരു വലിയൊരു പ്രശ്നമുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലും ഉം, നമ്മൾ എടുക്കുന്ന ടൈം ഏകദേശം സെയിം ആണ്. ഒരു വർഷം ഏകദേശം 2 വർഷത്തോളം എടുക്കുന്നതാണ്. ഉം, അപ്പോൾ അതിനൊരു ഒരു അഡ്വാൻസ്മെന്റ് ആയിട്ടാണ് പുതിയ വന്നിട്ടുള്ള ഈ അലൈനേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അലൈനേഴ്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള എല്ലാം സിമ്പിൾ ടു മോഡറേറ്റ് എന്ന് പറയും. ഉം, ഏകദേശം ചെറിയ ഗ്യാപ്പ് ഉള്ളത് ചെറിയ ചെറിയ കറക്ഷൻസ് എല്ലാം ഉം, നമുക്ക് ഈ അലൈനേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അലൈനേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കമ്പി ഇടുമ്പോൾ ഉണ്ടാവുന്ന എന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്തിട്ട് കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ അലൈനേഴ്സിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അത് നമുക്ക് കാരണം ഇത് അലൈനർ എന്ന് പറയുമ്പോൾ നമ്മളത് ഊരി വെച്ചിട്ട് വെക്കാൻ പറ്റുന്നത് അതാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഊരി വെക്കാം. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഊരി വെക്കാം. പക്ഷെ അത് 20 മണിക്കൂറോളം മിനിമം അത് വേറണം എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് സ്മൈൽ ഡിസൈനിങ് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾക്ക് അറിയാം നമ്മുടെ മക്കളിൽ അധിക മക്കളിലും നമുക്ക് ചിരിക്കാൻ അവർക്ക് പേടിയായിരിക്കും. അവരോട് നമ്മൾ ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും വായ പൂട്ടിയിട്ട് ഇങ്ങനെ ചിരിക്കും. ഉം, എങ്ങനെ പറഞ്ഞാലും അവർ ചിരിക്കൂല. അപ്പോൾ നമ്മൾ ആലോചിച്ചില്ല നമ്മൾ ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരെ ഇത് ഈ ഒരു കോൺഫിഡൻസ് ലെസ് ആയിട്ട് നിൽക്കുന്നത്. അവർ സ്കൂളിൽ പോയിട്ടും ഉണ്ടാവും. അവരെന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ക്ലാസ്സിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അവരെ കംപ്ലീറ്റ് ആയിട്ട് അവർ അക്കാഡമിക്കലായിട്ടുള്ള കോൺഫിഡൻസിന് ഇത് ബാധിക്കുന്നുണ്ട് ഈ ചിരി. പക്ഷെ ഇത് നമ്മൾ പാരൻസ് ആയിട്ട് നമ്മളത് അതിനെ കുറിച്ചിട്ട് അവയർഡ് അല്ല. ഈ ഒരു സംഭവം അവരൊരു ചിരി ഈ ഒരു ചിരി ഇങ്ങനെ ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു കോൺഷ്യസ് ഉണ്ട്. അവർ പല്ല് പൊന്തിയിട്ടുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ പല്ല് പൊന്തിയിട്ടുണ്ടല്ലോ, ഉം, ഉം, അല്ലെങ്കിൽ എൻ്റെ പല്ല് തിരിഞ്ഞിട്ടാണല്ലോ. ഇത് ചെറുപ്പത്തൊട്ടേ അവരിങ്ങനെ ഫീഡ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് ഈ ഒരു പല്ല് പൊന്തിയിട്ടുണ്ട്, എൻ്റെ പല്ല് ഇങ്ങനെയാണ്, എൻ്റെ ചിരി ശരിയല്ല എന്നുള്ളൊരു തോന്നൽ. ഇതിന് ആക്ച്വലി നമുക്ക് ചെറുപ്പം തൊട്ടേ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഉം, ഉം, ആ ഉം. ഒരു ചെറിയൊരു പ്രായം തൊട്ടേ നമുക്ക് പല്ലിൽ കമ്പി ഇട്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഗ്രോത്ത് മോഡുലേഷൻ ചേഞ്ചസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലവർക്ക് മോണ കാണുന്നതും പല്ല് എല്ലാം കൂടെ ചിരിക്കുന്ന സമയത്ത് പല്ല് മോണ എല്ലാം കൂടി ഒരുമിച്ച് കാണുന്നതുണ്ടാവും. ഇത് നമുക്ക് 10-11 വയസ്സ് സമയത്ത് തന്നെ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പിള്ളേരുടെ വളർച്ചയുടെ ടൈം. ഇത് ആൺകുട്ടികളിൽ ഒരു ടൈമാണ്, പെൺകുട്ടികളിൽ വേറൊരു സമയമാണ്. അപ്പോൾ പെൺകുട്ടികളിൽ അത് നേരത്തെ തീരും. ഉം, ഉം, അപ്പോൾ പെൺകുട്ടികളിൽ അതൊരു 11 വയസ്സാകുമ്പോഴത്തേക്കും അധികം പെൺപിള്ളേർ തീരും. ഉം, ഉം, ഉം. പക്ഷെ ആൺകുട്ടികളെ ഒരു 12-13 വയസ്സ് വരെ അത് എക്സ്റ്റെൻഡ് ആകും. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടൈം ഉണ്ടാവുമല്ലോ, ഈ ഒരു വയസ്സിൽ നമ്മളെ കുട്ടികളെ കൊടുന്ന് ഇതിനനുസരിച്ച് യോജ്യമായ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നമുക്ക് വലിയൊരു ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ സാധാരണ ഇത് വളർച്ചയുടെ സമയത്താണ്. ഈ സമയത്ത് നമുക്ക് ബോണിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഈ സമയത്ത് നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത് പിന്നെ 19 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീവിയർ ആയിട്ടുള്ള കേസസിൽ. ഉം, ഉം. മോഡറേറ്റ് ആയിട്ടുള്ള കേസസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനി ഇംപ്ലാന്റ്സ് എന്ന് പറയും. ചെറിയ ആയിട്ടുള്ള നമ്മുടെ സ്ക്രൂ പോലത്തെ ചെറിയ ചെറിയ സ്ക്രൂസ് വെച്ചിട്ട് നമുക്ക് ഈ കറക്ഷൻസ് ചെയ്യാൻ പറ്റും. ഉം. പക്ഷേ അത് ചെയ്യാൻ പറ്റാത്ത കേസസും ഉണ്ട്. നമ്മുടെ താടി പിന്നിലോട്ട് പോകുന്ന പ്രശ്നങ്ങൾ, ഉം, ഉം. അതുപോലെ തന്നെ മേലത്തെ എല്ല് ബാക്കിലോട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ വളർച്ചേൻ്റെ സമയത്താണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഉം. ആ സമയത്ത് പേഷ്യൻറ്റും പാരൻറ്റും ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിന് ആ ഒരു പുഞ്ചിരി നമുക്ക് വീണ്ടും കൊടുക്കാൻ പറ്റും പേഷ്യൻ്റ്. തീർച്ചയായിട്ടും ആ ഒരു കുട്ടിക്ക് ആ കുഞ്ഞു പ്രായത്തിലുണ്ടാകുന്ന മാനസിക തളർച്ചയ്ക്ക് ഒക്കെ ഒരു നമുക്ക് മറ്റൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് മാറ്റം സാധിക്കും. കൊണ്ടുവരാൻ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു കൂട്ടുകാരി പറയാണ്, ഉം. നിന്റെ പുഞ്ചിരി കാണാൻ ഭംഗിയില്ല, ഉം. അല്ല നീ ചിരിക്കുന്ന സമയത്ത് പല്ല് തല്ലി പോകുന്നുണ്ട്,
ഇങ്ങനെയുള്ള എന്തൊരു ബോർ വരുമ്പോൾ ഈ കുരുന്ന് മനസ്സിനത് വല്ലാതെ വേദനിക്കും. അത് ഒരു പക്ഷേ പിന്നീട് ആ കുട്ടിയുടെ വ്യക്തിത്വത്തിനെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മൾ നിസ്സാരമാക്കി തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല അത്. അപ്പോൾ അതിനിപ്പോൾ തുടക്കത്തിൽ തന്നെ ചികിത്സ, ശാരീരിക വളർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രീറ്റ്മെന്റ് തേടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കാര്യം നടക്കും. ഈസി ആയിട്ട് നടക്കും. നമ്മള് പറയലെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് ഒരു സ്റ്റേബിൾ ആയിട്ട് വരുന്നത് വളർച്ചയുടെ സമയത്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. ബാക്കി സമയത്ത് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റീറ്റൈനേഴ്സ് പോലത്തെ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഗ്രോത്തിന്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. അതിന് പിന്നെ ഒരു പഴയ പോലെ ഒരു ആവുന്ന ഒരു ഇത് കുറവായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഒരു ഇൻഫർമേഷൻ ആയിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചത്. രണ്ടുപേരും നല്ല രീതിയിലൊരു ഇൻഫർമേഷൻ തന്നു. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ, നമ്മളൊക്കെ രക്ഷിതാക്കളാണ്. ഇപ്പോഴത്തെ കുരുന്നുകൾ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വല്ലാതെ ഫീൽ ചെയ്തതാണ്. ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരി, ആ പുഞ്ചിരിക്ക് എന്തുകൊണ്ട് കുട്ടി പുഞ്ചിരിക്കുന്നില്ല എനിക്ക് പിന്നീട് അതാണ് മനസ്സിലായത്, പിന്നെ തന്നെ കാരണത്തരാണ്. അപ്പോൾ അതിനൊക്കെ പരിഹാരം കാണാൻ നമ്മുടെ രക്ഷിതാക്കൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ മിഠായി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ പല്ലിന് ഇത്രമാത്രം ദോഷം വരുന്നതിനെ കൂടുതൽ കുട്ടികൾക്ക് അത് കാണുന്നുണ്ട് മുൻകാലങ്ങളെക്കാളറിയാം. അതിനുള്ളൊരു വ്യക്തമായ ഒരു പിക്ചറും എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഇൻഫർമേഷൻ തന്നു. ശരി, താങ്ക് യു.